നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം പഴയ ശൈലിയിൽ നിന്ന് പുതിയ മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടാൽ വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അഅറാഫ് കഴിഞ്ഞു. ഇനി സൂറത്തുൽ അൻഫാലാണ്. സൂറത്തുൽ അൻഫാൽ 85-ാമത്തെ ക്ലാസ്സാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. ഒന്നാമത്തെ ആയത്താണ് ഓതിയത്. ഒന്ന് ശ്രദ്ധിക്കുക. യസ്അലൂനക അനിൽ, കൂട്ടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അനിൽ അല്ലേ, ഐനാണ്, ഐനിന് ഫത്ഹാണ്. അനി അല്ലേ, നൂനിന് കസ്റാണ്. പിന്നെ ശേഷമുള്ളത് ഒരു അലിഫുണ്ട്. ഹംസത്തുൽ വസ്ൽ എന്നാ പറയുക. വസ്ലിൻ്റെ ഹംസ കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫ് പറയേണ്ടതില്ല. ആ അലിഫ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് വായിക്കുക? അനി ലേ, അങ്ങനെ വായിക്കുന്നത്. യസ്അലൂനക യസ്അലൂനക അൻ എന്ന് പറഞ്ഞ് നിർത്തിയാൽ പിന്നെ തുടങ്ങുമ്പോൾ അൽ അൻഫാൽ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അനിൽ അൻഫാൽ. കൂട്ടി വായന. ഈ അലിഫും ലാമും വരുന്ന സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാമിന് സുക്കൂനുണ്ട്. അനിൽ അൻഫാൽ അല്ലേ, അവിടെ നൂന് വന്നിട്ടുണ്ട്. സുക്കൂനുള്ള നൂന് വന്നിട്ടുണ്ട്. സുക്കൂനുള്ള നൂനിൻ്റെയും മീമിൻ്റെയും നിയമങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായി പഠിച്ചതാണ്. അപ്പം നൂനിൻ്റെ ശേഷം ഫ വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. നമ്മുടെ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നൂനിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ തെൻവീനിൻ്റെ നിയമങ്ങൾ. നൂനായാലും തെൻവീനായാലും ഒരുപോലെയാണ് നിയമങ്ങൾ. നൂനിൻ്റെ ശേഷം തെൻവീനിൻ്റെ ശേഷം, അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബ വന്നാൽ അല്ലേ, നൂനിൻ്റെ സ്ഥാനത്ത് ബ കൊടുക്കണം, നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം. നൂനിൻ്റെ ശേഷം തൊട്ടു ശേഷമുള്ള അക്ഷരം ഇവിടെ അനിൽ അൻഫാൽ, ഇവിടെ നൂന് കണ്ടില്ലേ? ആ നൂന്, ഈ നൂന് അക്ഷരത്തിന് ശേഷം ഇവിടെ വന്നത് ഫ ആണ്. അതേ സ്ഥാനത്ത് ബ ആണ് വന്നതെങ്കിൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം. ബ ആണ് ശേഷമുള്ളതെങ്കിൽ നൂനിനെയാണ് മാറ്റേണ്ടത്. നൂന് മീമായിട്ട് മാറും. അപ്പം നൂന് എന്നുള്ളതിൻ്റെയും നൂനും പോയിട്ട് മീമായിട്ട് മാറും. ഇനി ആ 28 അക്ഷരങ്ങളാണല്ലോ. 28 അക്ഷരങ്ങളിൽ ബ പറഞ്ഞു. ഇനി ലാമോ റോ വന്നാൽ നൂന് പറയാതെ നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക് കൊടുത്തുകൊണ്ട് അടുത്ത അക്ഷരം കട്ടി കൊടുത്തുകൊണ്ടാണ് പറയേണ്ടത്. അപ്പം നൂന് പറയില്ല. അപ്പം അടുത്ത അക്ഷരം എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞത് നൂനിൻ്റെ സ്ഥാനത്ത് മീമ് ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുത്തിട്ട് കൊണ്ട് പറയണം. ഇവിടെ നൂനിനെ അടുത്ത ലാമിലേക്ക്, ലാമാണെങ്കിൽ ലാമ് അല്ലെങ്കിൽ റോ ആണെങ്കിൽ റോ, ഈ രണ്ടാലൊരു അക്ഷരത്തിലേക്ക് ചെയ്യണം. ലാമോ റോ ആണെങ്കിൽ ആ ലാമിലേക്ക് റോയിലേക്ക് കൊടുക്കുന്നു, അത് കൊടുക്കണം. ഇനി ഇപ്പോൾ 3 അക്ഷരം പറഞ്ഞു. ഇനി നൗമി, നൂന് വാവ് മീമ് യാ. നൗമി എന്ന് പറഞ്ഞാൽ എന്താ? അത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, മനസ്സിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി. നൗമി, നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ തുടക്കത്തിലായതുകൊണ്ടാണ് വേഗം പറയുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് വേഗം പറഞ്ഞു പോകും.
അപ്പോൾ നൂനിൻ്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമി, യാ എന്നീ അക്ഷരങ്ങളാണ് വന്നെങ്കിൽ അടുത്ത ഈ നൂനിൽ വാവ്, മീമി, യാ എന്നീ അക്ഷരത്തിലേക്ക് കൂട്ടുകയും മണിക്കുകയും ചെയ്യണം. ആ അക്ഷരം എന്ത് ചെയ്യണം? മണിക്കണം. ഇപ്പം നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക്, നൂനാണെങ്കിൽ നൂനിനെ നൂനിലേക്ക് കൊടുക്കും, ഒരു അക്ഷരമായിട്ട് പറയുന്നു. ശബ്ദമുള്ള ഒരു അക്ഷരമായിട്ട് പറയുന്നു. നൂനിൻ്റെ ശേഷം മീമാണെന്നെങ്കിൽ മീമിന് കട്ടി കൂടി അതിന് പുറമെ മണിക്കുകയും ചെയ്യാം. നാലക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നും മണിക്കണം. അതുപോലെ തന്നെ നൂനിൻ്റെ ശേഷം ഇനി പറയുന്ന 6 അക്ഷരങ്ങൾ ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ചാർട്ടിലുള്ള 6 അക്ഷരങ്ങൾ വന്നാൽ നൂന് വ്യക്തമായിട്ട് പറയണം. നൂനിന് സുക്കൂൻ കൊടുത്താൽ എങ്ങനെ പറയാം? അനി എന്നുള്ളത് അൻ എന്നാണെങ്കിൽ അൻ എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം. അൻ, ആ, നി അല്ലേ? ഹംസയാണ്, ഹംസക്ക് ഫത്താണ്. അ, നൂന് സുക്കൂനാണ് അൻ, അൻ. അപ്പൊ ശേഷമുള്ള എന്തുകൊണ്ട്? ശേഷമുള്ളത് അൻ ആമിനു എന്നൊരു ഉദാഹരണം പറയാം. അൻ. അപ്പൊ ശേഷമുള്ളത് ഹംസയാണ് വന്ന് ഈ അല്ലെങ്കിൽ ഈദാന്റെ അക്ഷരമാണ്. അൻഹു, അൻഹു എന്ന് പറയല്ലോ. അൻഹു തലഹ, അൻഹു. നൂനിന്റെ ശേഷം മഹാ വന്നു, ഈദാന്റെ അക്ഷരമാണ്. അപ്പൊ അതുകൊണ്ട് നൂന് വ്യക്തമാക്കണം. അൻ. അപ്പോൾ ഇങ്ങനെയാണ് വ്യക്തമാക്കേണ്ടത്. ഇനി ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ അത് ഏത് വന്നാലും, ഇപ്പൊ പറഞ്ഞ അക്ഷരമല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ അത് ഏതായാലും അങ്ങനെ വന്നാൽ അവിടെ മറച്ചു പണിക്കണം. ഇതുപോലെ അനിൽ, അൻഫാൽ, അൻഫാൽ എന്ന് പറയില്ല, അൻ എന്ന് പറയില്ല. ശേഷമുള്ള ഫ ആണ്. ഇതാറിന്റെ അക്ഷരമായാലേ അൻ എന്ന് പറയുള്ളൂ. അൻ. ഇവിടെ നൂനിന്റെ ശേഷം ഫ വന്നത് കൊണ്ട് മറച്ചു മണിക്കാം. അനിൽ അൻഫാലി ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ. ഇനി നമുക്ക് വേഗം ഓതിപ്പോവാം. ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനികും وأطيعوا الله ورسوله إن كنتم مؤمنين. ഇവിടെ നിയമം ഇൻ ശേഷമുള്ള കാഫാണ്. കുന്തും അവിടെ നൂനിന്റെ ശേഷം താവ് ഒന്ന് ഇഖ്ഫാ ചെയ്യണം. പിന്നെ കുന്തും മുഅ്മിനീൻ. മീമിന്റെ നിയമങ്ങളും ഓർമ്മയിലുണ്ടാകണം. മീമിന്റെ ശേഷം മീം വന്നാൽ എന്ത് ചെയ്യണം? ഒരു മീമായിട്ട് ഉച്ചരിക്കും. കുന്തും മുഅ്മിനീൻ എന്ന് പറയില്ല. കുന്തും മുഅ്മിനീൻ ഒരു മീമേ ഉച്ചരിക്കുള്ളൂ. മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ചു മണിക്കണം. ബാക്കിയുള്ള മീമുകളൊക്കെ എന്ത് ചെയ്യണം? മീമിന്റെ ശേഷം ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും മീമ് സുക്കൂനുള്ള ചിഹ്നം ഉണ്ടാവും അല്ലേ? അവിടെ വ്യക്തമായിട്ട് പറയണം. അടുത്ത രണ്ടാമത്തെ ആയത്ത്. ഇന്നമാ എന്നാണുള്ളത്. ഇന്നമാ അതിന് ശേഷം ലാമിന് സുക്കൂനാണ് അല്ലേ? ഇന്നമാ. അതിൻ്റെ ഇടയിൽ വസലിൻ ഹംസയുണ്ട്, അത് ഏതായാലും ഉച്ചരിക്കുന്നില്ല. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദ വന്നാൽ എന്ത് ചെയ്യണം? ഇന്നമാൽ എന്ന് പറയാ. ഇന്നമൽ, മൽ, മാൽ എന്ന് പറയുന്നതിന് പകരം മൽ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون.
ഇവിടെ ഈമാനവ നൂനിൻ്റെ തെൻവീനിൻ്റെ ശേഷം, ഇവിടെ നൂനല്ല തെൻവീനിൻ്റെ ശേഷം, നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനാകണം. സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ചിഹ്നം ഉണ്ടാവില്ല, ഫത്തും കസറൊന്നും ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ സുക്കൂനാണ്. ഇവിടെ ഈമാനൻ തെൻവീൻ ഫത്ത് ആണ്. തെൻവീൻ വന്നാൽ തെൻവീനിൻ്റെ ശേഷം വാവ് വന്നു. ഈമാനവ്വഅല 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 റബ്ബിഹിം യതവക്കലൂൻ പണിക്കണം. അതിന് മുമ്പ് ആയാതുഹു ഒരു ചെറിയ നീട്ടണം. അവിടെ ഒരു വാവുണ്ട്. ഈ ഹൂ നീട്ടാനുള്ള കാരണം എന്താ? ഹു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം തു, തൊട്ട് നേരെ ശേഷമുള്ള അക്ഷരം സ. രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ രണ്ട് സ്ഥലത്തും സുക്കൂൻ ഇല്ല. രണ്ടാലൊരു സ്ഥലത്ത് ഉണ്ടായപ്പോൾ സുക്കൂൻ ഉണ്ടായപ്പോൾ അപ്പൊ പിന്നെ നീട്ടൂല. ഇവിടെ രണ്ടാലൊരു സ്ഥലത്തും സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ് സാദതുഹു. അല്ല, ഇവിടെ ആയാതുഹു ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലദീന അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ആ എന്ന് വായിക്കണം. അല്ല, ഇവിടെ അലിഫിന് ആന്നുണ്ടോ? ഇല്ല. വസൽ ഹംസത്തുൽ വസലിന് ആന്നുണ്ടോ? ഇല്ല. ഈന്നില്ല, ഊന്നില്ല. അതൊരു ചെറിയ ചിഹ്നമാണ്. الذين يقيمون الصلاة ومما رزقناهم يقيمون الصلاة ومما رزقناهم ينفقون الذين يقيمون الصلاة. അവിടെ നിർത്തുകയാണെങ്കിൽ ആ ഹാത്താന്റെയും സുക്കൂനുള്ള ഹാ ആയിട്ട് മാറും. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. ഇവിടെ നേരത്തെ പറഞ്ഞു ഹും. ഹും മീമോ വന്നു. മീമിൻ്റെ ശേഷം മീമോ ഭാവമല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത്. അപ്പം നീളം വ്യക്തമാക്കണം, ഇതാറ് ചെയ്യണം. റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ നൂനിൻ്റെ ശേഷം ഫാ വന്നു. ഏതാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പം എന്ത് ചെയ്യണം? മറച്ച് പണിക്കണം. യുൻഫിഖൂൻ എന്ന് പറയില്ല, യുൻഫിഖൂൻ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം. ലഹും ദറജാതുൻ. അവിടെ കണ്ടില്ലേ? ലഹും വ്യക്തമാക്കണം. ദറജാതുൻ തെൻവീൻ വന്നു. തെൻവീനിൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് നോക്കി, അത് നോക്കിയിട്ടൊന്ന് ഒന്ന് കമന്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ദറജാതുൻ ഇ. അവിടെ എന്ത് ചെയ്യണം? ദറജാതുൻ ഇ. അവിടെ എന്താ നിയമം? ആ നിയമത്തിന്റെ പേരൊന്ന് കമന്റ് ആയിട്ട് എല്ലാവരും അറിയിക്കുക. ഇൻദ റബ്ബിഹിം. അവിടെയും എന്താ നിയമം? ഇൻദ. അവിടെയൊക്കെ ഇതൊക്കെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണിപ്പോൾ നമുക്കുള്ള കുഴപ്പം. നമുക്കിപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഓത്തിലത് വരാത്തൊരു പ്രശ്നം ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. നമുക്കിപ്പോൾ നൂനിൻ്റെ ശേഷം ദാല് വന്നാൽ എന്താ നിയമം നമുക്കറിയാം. അറിഞ്ഞിട്ടും പിന്നെ അത് നമ്മൾ ഓത്തിൽ കൊണ്ടുവരുന്നില്ല. നമ്മൾ ആ പഴയ ഓത്ത് ഇങ്ങനെ ഓതാണ്. അങ്ങനെയല്ല, കുറേ ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. എന്നാലും മനസ്സിലായിട്ടും മനസ്സിലാകാത്ത ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടാവും. മനസ്സിലായിട്ടും അത് നമ്മളത് കൊണ്ടുവരാത്തൊരു പ്രശ്നം, അത് നമ്മൾ കൊണ്ടുവരുന്ന വേണം. നമ്മൾ ഓത്തൊക്കെ എന്ത് ചെയ്യുക? തൽക്കാലം നിർത്തുക. അങ്ങനെ ഒരു പോക്ക് പോകുന്നില്ല, അതൊക്കെ നിർത്തുക. നിർത്തിയിട്ട് ഓത്തിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ ഒരു മാറ്റം വരുള്ളൂ. ചെറിയ പ്രയാസം ഉണ്ടാവും. നമ്മളിങ്ങനെ ഓതുമ്പോൾ നമുക്കൊരു പ്രയാസമാണ്. കുറേ നമ്മൾ ഓതിയ ആൾക്കാരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ മുറിച്ചിങ്ങനെ ഓതുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ അള്ളാഹ് പഠിച്ചോനെ, ഞാൻ സാധാരണ എന്നും 5-10 പേജൊക്കെ ഓതുന്നതാണ്. ഇന്നിപ്പോൾ ആകെ ഒരു പേജല്ലേ ഓതാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതൊന്നല്ല ബേജാറ്. നമ്മൾ ഓതുന്നത് ക്ലിയർ ആണോ എന്നുള്ളതാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ അല്ലേ, ഞാൻ നിങ്ങളെ എന്തിലേക്ക് നോക്കണമെന്നില്ല, നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങളിലേക്കല്ല, നിങ്ങളെ കൽബിലേക്കാണ് നോക്കുന്നതെന്ന് പറഞ്ഞില്ലേ.
അപ്പോൾ ആ കൽബിലേക്ക് നോക്കുമ്പോൾ നമ്മളെ നോക്കുന്നത് എന്താണ്? നമ്മൾ കുറേ ഓതുക എന്നുള്ളതല്ല, മറിച്ച് ഓതുന്നത് എന്തായി എന്നുള്ളത് പടച്ചോന്റെ അടുത്ത് സ്വീകരിക്കണമല്ല, ആ സ്വീകാര്യയോഗ്യമായ ഓത്തായ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഏതായാലും നമ്മൾ ഓതണം എന്നുള്ള താല്പര്യം അതൊരു താല്പര്യമാണ്. ആ ഒരു കാര്യം അല്ലാഹു തആല ഏതായാലും നോക്കും, അത് സംശയമൊന്നുമില്ല. അതിൻ്റെ പുറമെ നമുക്ക് ആ ഒരു താല്പര്യം ഉണ്ടതിൻ്റെ കൂടെ നമ്മൾ ഓത്തും കൂടി നന്നാകുമ്പോൾ എന്ത് ചെയ്യും? ആ രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് വലിയ സ്ഥാനം ഉണ്ടാവും. അല്ലാഹു തആല ആ നിലക്ക് ഓതാനും പഠിപ്പിക്കാനും കേൾക്കാനും പഠിക്കാനും ധാരാളമായിട്ട് പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് മാറ്റം വരുത്തണം നമ്മൾ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞ് ദറജാത്തുൻ അവിടെ എന്താ നിയമം? അവിടെ എന്താ നിയമം? 1 നമ്പർ ഇടുക, ദറജാത്തുൻ അവിടെ എന്താ നിയമം എഴുതുക. 2 നമ്പർ ഇട്ട് കാണും എന്ത് ചെയ്യുക? എന്താന്നുള്ളിടത്തും കമന്റ് ആയിട്ട് അറിയിക്കുക. عند ربهم ومغفرة ورزق كريم ومغفرة ورزق كريم أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم كما أخرجك ربك من بيتك എന്ന് പറയരുത്. നൂനിന്റെ ശേഷം ഒന്നു. എന്താ നിയമം? ഒന്ന് ആലോചിച്ച് നോക്കി. ആമേ നൂനിന്റെ മുകളിൽ തന്നെ നോക്കിയാൽ തീരെ അല്ലേ? നൂനിന്റെ ശേഷം വന്നാൽ നൂനിന്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം, എന്നിട്ട് ഓതണം അല്ലേ? എന്താ നിയമം? ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മീമാക്കി മാറ്റുക. മിൻ എന്നുള്ള മിം ബൈതിക ബിൽ ഹഖ് وإن فريقا من المؤمنين لكارهون كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون യുജാദിലൂനക ഫിൽ ഹഖ് എന്ന് വായിക്കരുത്. നമ്മൾ വായിക്കുന്നല്ല പറഞ്ഞത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ കുറിച്ചാണ് എന്നുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് മാറ്റുക. നമ്മൾ പ്രത്യേകം പറയുന്നത് നമ്മളെ ക്ലാസ് കേൾക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. അപ്പം മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കളൊക്കെ ഒരു പക്ഷെ ഇങ്ങനെ ഫീലിനൊക്കെ വായിച്ചു കണ്ടൊക്കെ വരാം. അപ്പോൾ വായിക്കുന്ന സമയത്ത് നല്ല ഇരുത്തിയിട്ട് എന്ത് ചെയ്യുക? നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതി, ചിലപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആ ഓതുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവസാനം എന്ത് ചെയ്യും? ഒരു മാറ്റം വരും. സംഗതി ഇങ്ങനെ തിരിഞ്ഞു വരും. അത് 1-2 വട്ടം പറഞ്ഞാലൊന്നും പോരാ. അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മെല്ലെ എന്ത് ചെയ്യും? എല്ലാം കൂടി പറഞ്ഞു കൊടുക്കണം എന്നല്ല പറഞ്ഞത്. പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞു കൊടുക്കുക. ഈ വിഷയം എന്താന്ന് തീയാത്തതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെ ഓതിപ്പോവുക എന്നുള്ളത്. അങ്ങനെ കഴിയുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാം. മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് അത് എന്ത് ചെയ്യുക? തിരുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് കേട്ട് കഴിഞ്ഞ് ഇപ്പൊ ഈ വിഷയം ഞാൻ അടുത്ത സ്ഥലത്ത് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله അവിടെ നിർത്തുമ്പോൾ അല്ലാഹ് ആയിന് സുഖം ചെയ്യണം, നീട്ടുകയും ചെയ്യണം.
അയ്യുഹിഖൽ ഹഖ് അയ്യുഹിഖൽ ഹഖ് അയ്യു നൂനിന്റെ ശേഷം യാ നൗമി നൂന് വാവ് മീമി യാ എന്ത് ചെയ്യണം കൂട്ടി യോജിപ്പിക്കുക അയ്യു അൻ യു എന്ന് പറയുന്നത് അയ്യു മണിക്കും ചെയ്യുക അയ്യുഹിഖൽ ഹഖ് ബികലിമാതി വയഖ്തഅ ദാബിറൽ കാഫിരീൻ وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون ليحق الحق ويبطل الباطل ولو كره المجرمون ولو كري എന്ന് പറയുന്നത് റാഇന് കസ്റ വന്നാൽ തർക്കീക്ക് ചെയ്യണം ലഘുവാക്കണം നേർപ്പിക്കണം കാരണം കുറച്ചുകൊണ്ടാണ് പറയുന്നത് വലൗ കരിഹൽ മുജ്രിമൂൻ അവിടെ രണ്ട് സ്ഥലം إذ تستغيثون ربكم فاستجاب لكم فاستجاب لكم أني ممدكم بألف മീമിൻ്റെ ശേഷം ബാ വന്നു മറച്ച് പണിക്കണം മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن به قلوبكم വമൻ നസ്റു എന്നാണുള്ളത് കൂട്ടി വെക്കുമ്പോൾ വമാ എന്ന് വായിക്കരുത് നീട്ടാനുള്ള അക്ഷരം വന്നു ശേഷമുള്ളത് ശബ്ദ വന്നു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദ വന്നാൽ നീട്ടുകയില്ല വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم إذ يغشيكم النعاس أمنة منه إذ يغشيكم النعاس أمنة منه تنوين ميم إدغام بغنى وينزل عليكم من السماء ماء تنوين فتح همزة تنوين فتح ആണെങ്കിൽ നിർത്തേണ്ടത് ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام 12ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ശ്രദ്ധിക്കുക.
إذ يوحي ربك إلى الملائكة أني معكم شد الله نور مانيكرا فثبتوا الذين فثبتوا نرتالا شدوا فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان ذلك بأنهم شاقوا الله ورسوله മദ് ലാസിമാണ് അല്ലേ നീട്ടാൻ അക്ഷരത്തിന് ശേഷം ശബ്ദ വന്നു ശബ്ദ വന്നാൽ എന്ത് ചെയ്യണം മദ് ലാസിമാണ് 3 അലിഫിന്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ് 6 ഹർക്കത്ത് അല്ലേ ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله ومن يشاقق الله الله എന്ന വാക്കിന് മുമ്പ് കസ്റ വന്നതെങ്കിൽ ലാ എന്നാണ് പറയുക ومن يشاقق الله ورسوله فإن الله شديد العقاب ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب ذلكم فذوقوه وأن للكافرين عذاب النار يا أيها الذين ذلكم فذوقوه وأن للكافرين عذاب النار يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار ومن يولهم يومئذ دبره إلا متحرفا ومن يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير ومن يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم
ومأواه جهنم وبئس المصير. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. അവിടെ എന്ത് ചെയ്യണം? സമീഉൻ ശേഷമുള്ളത് ഐനാണ്, ഇദ്ഹാർ ചെയ്യണം. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا. അവിടെയും എന്ത് ചെയ്യണം? ബലാഅൻ തൻവീന് ശേഷം ഹ വന്നു. അവിടെ എന്ത് ചെയ്യാം? ഒന്ന് കമന്റ് ചെയ്യാം. ഇന്നല്ലാഹ സമീഉൻ അലീം. ذلكم وأن الله موهن كيد الكافرين. ذلكم وأن الله موهن كيد الكافرين. إن تستفتحوا إن ഇവിടെ എന്ത് ചെയ്യണം? നൂനിൻ്റെ ശേഷം സുക്കൂണിലെ നൂന് വന്നു അല്ലേ? ഇവിടെ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂണിലെ നൂന് എന്ന് പറഞ്ഞാൽ നൂനിന് ചിഹ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിഹ്നം ഉണ്ടാവും. ഫത്തും കസറും ലൊമ്മൊന്നും അല്ലാത്ത ഒന്നായിരിക്കും അല്ലേ? ഇൻ ശേഷമുള്ളത് ത ആണ്. തസ്തഫ്തിഹു ത വന്നാൽ എന്ത് ചെയ്യണം? നൂനിൻ്റെ ശേഷം ത വന്നാൽ ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിക്കണം. എന്തിൽപ്പെട്ട അക്ഷരമാണ്? ത ആണ്. നോക്കുകയാണ്, ത എന്തിൽപ്പെട്ടതാണ്? ഇഖ്ഫാന്റെ അക്ഷരമാണ്. മറച്ച് മണിക്കുക. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ് وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين. 20 يا أيها الذين آمنوا أطيعوا الله آمنوا أطيعوا الله ورسوله നിർത്തിയപ്പോൾ നിർത്തുന്നില്ലെങ്കിൽ ورسوله ولا تولوا عنه وأنتم تسمعون. يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون. ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون. ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون. ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون. إن شر الدواب عند الله الصم
البكم الذين لا يعقلون. അടക്ക നിയമങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. അസ്സുമ്മു ശദ്ദുൽ മീമുണ്ട്, മണിക്കണം. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും ولو أسمعهم لتولوا وهم معرضون. ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون. ഇവിടെ لتولوا وهم معرضون. يا أيها الذين آمنوا استجيبوا يا أيها الذين آمنوا استجيبوا لله وللرسول. آمنوا استجيبوا എന്നാണുള്ളത്. آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. 25 വത്തഖൂ ഫിത്നതല്ല. തൻവീന് ശേഷം തായിന് ആ തായിന് തൻവീനാണ്, തൻവീൻ ഫത്താണ്, ഫത്തിന് ശേഷം ലാം വന്നു. ഫിത്നതൻ ലാ എന്ന് പറയുക. ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. മദ് ലാസിമാണ്. ഖാസ്സ മദ്ദക്ഷരത്തിന് ശേഷം ശദ്ദ് വന്നാൽ അത് ലാസിം വരും, അല്ലെങ്കിൽ സുക്കൂൻ വരണം. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. واعلموا أن الله شديد العقاب. 26 അല്ലേ. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس. കൂട്ടി കേൾക്കണം. أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات من الطيبات لعلكم تشكرون. واذكروا إذ أنتم قليل مستضعفون في الأرض
تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون يا أيها الذين آمنوا لا تخونوا الله شدونه نوتان لكشتنا شب شدونه لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم واعلموا أنما أموالكم وأولادكم فتنة അടുത്തൊന്നുമില്ലെങ്കിൽ ഫിത്നതു വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം 29 യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ ويكفر عنكم سيئاتكم ويغفر لكم റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം ويغفر لكم والله ذو الفضل العظيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين إن شاء الله أصانا يتعنى وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين ഇൻഷാ അല്ലാഹ് 30 ആയത്താണ് ഓതിയത്. നമുക്ക് ഒന്നുകൂടി ഓതാം. ഒന്ന് രണ്ട് ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയുടെ പിതാവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരിയുടെ ഉപ്പയുടെ ഖബറുടെ സ്വർഗീയ പൂന്താപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മളൊക്കെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോരുത്തർ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അല്ലാഹു തആല നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഖബറിടം അല്ലാഹു തആല സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ അനുഭൂതി അവരുടെ ഖബറിലേക്ക് എത്തിച്ച് അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റസിയ എന്ന് പറയുന്ന റസിയ ഈരാറ്റുപേട്ടയിലുള്ള ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരൻ്റെ ഖബറിടം വെളിച്ചമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിസ്ല സവാബിനെ അവരെ ഖബറിലേക്ക് എത്തിച്ച് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത്
ഈമാനിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റഹ്മാനെ റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ റിഫ ഫാത്തിമ എന്ന് പറയുന്ന പിന്നെ ഒരു വിദ്യാർത്ഥി നീറ്റ് എക്സാം എഴുതുകയാണ്. പിന്നെ നല്ല റാഹത്തായിട്ട് പരീക്ഷ എഴുതാൻ ഈ റിസൾട്ടൊക്കെ നേടാനും ഒക്കെയുള്ള തൗഫീഖിന് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നല്ല മാർക്കോടുകൂടെ നല്ല ഉന്നതമായ മാർക്കോടുകൂടെ വിജയിച്ചുകൊണ്ട് അത് കേൾക്കാനുള്ള കാണാനുള്ള അവസരം നീ നൽകണം റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. വലിയ പ്രതീക്ഷയാണ് അവരൊക്കെ. നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കാത്തിരിക്കുകയാണ് റഹ്മാനെ റബ്ബെ. നല്ല സന്തോഷത്തോടുകൂടെ റിസൾട്ട് കേൾക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. ഇങ്ങനെ പലരും ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. ആരെല്ലാം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ റഹ്മാനെ റബ്ബെ അവരൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. പലരും പല സമയങ്ങളിലായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ റഹ്മാനെ റബ്ബെ, മാനസികമായ, സാമ്പത്തികമായ, ശാരീരികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ നീക്കി സന്തോഷം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നീ സന്തോഷം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നീ സന്തോഷം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അൻഫാൽ തുടക്കം മുതൽ ഓതുകയാണ്. എല്ലാവരും നന്നായിട്ട് ഓതുക, ശ്രദ്ധിച്ചുകൊണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ, അതുപോലെ തന്നെ ക്ലാസ് സൗജന്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ പ്രത്യേക പിന്നെ പൈസയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് ധൈര്യമായിട്ട് എല്ലാവർക്കും മുതിർന്ന ആളുകൾക്കുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എല്ലാവരും, വയസ്സ് പ്രശ്നമല്ല, എല്ലാ ആളുകൾക്കും പറ്റിയ പിന്നെ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ചേരാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അൻഫാൽ قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون. إذ تستغيثون ربكم فاستجاب لكم أني ممدكم ب1000 من الملائكة مردفين. وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله
إن الله عزيز حكيم إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب ذلكم فذوقوه وأن للكافرين عذاب النار يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار ومن يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم ذلكم وأن الله موهن كيد الكافرين إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون إن شر الدواب عند الله الصم البكم الذين لا يعقلون ولو علم الله فيهم خيرا ولو أسمعهم لتولوا وهم معرضون يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب
واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്തിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് മിസ്ല സവാബിനെ നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയതൊക്കെ ഹദറത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഹദിയ ചെയ്യുക. നമുക്ക് നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അവരുടെയൊക്കെ ഹദറത്തിലേക്ക് റഹ്മാനെ റബ്ബെ ഞങ്ങളിതാ ഹദിയ ചെയ്യുന്നു. നീ അവരിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. അവർക്ക് നീ ഉന്നതമായ പദവികൾ നൽകി അവരെ നീ സന്തോഷിപ്പിക്കണം റഹ്മാൻ. ഞങ്ങളെ ഈ എല്ലാ സന്തോഷത്തിൻ്റെയും കാരണക്കാരായ ഞങ്ങളെ പൂർവികരായ ആളുകളാണ് റഹ്മാനെ റബ്ബെ. അവരെ ഖബറിൽ പൂർണ്ണമായിട്ടും സന്തോഷം കൊണ്ട് നീ നിറച്ച് അവരെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. പലരും ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. പോകുന്ന ആളുകളുണ്ട് റഹ്മാനെ റബ്ബെ. ഈ വർഷം തന്നെ ഇപ്പോൾ പലരും പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. ഇനി പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എല്ലാം കൂടെ റെഡി ആയിട്ട് നിൽക്കുന്നവരാണ് റഹ്മാനെ റബ്ബെ. എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് നല്ല റാഹത്തിലായിട്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും വരുന്ന വർഷങ്ങളിലായിട്ട് പോകാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ഉംറക്കൊക്കെ എല്ലാം കൊണ്ടും റെഡി ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഈ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാം നീ റാഹത്തിലാക്കണേ റഹ്മാനെ. നീ ഭംഗിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ പലരും നാട്ടിലും വിദേശത്തുമായിട്ട് റഹ്മാനെ റബ്ബെ ജോലിയില്ലാതെ അല്ലെങ്കിൽ ജോലി ഉണ്ട്, അതിപ്പോൾ തൽക്കാലം നിലച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലുണ്ട് റഹ്മാനെ റബ്ബെ. അതൊക്കെ നീ എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലികളൊക്കെ നല്ല ഖൈറായ ജോലികൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രയാസമില്ലാതെ നല്ല മഈശത്തിൻ്റെ കാര്യത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ ടിക്കറ്റിൻ്റെ ആ ഒരു ക്യാഷ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും ഒക്കെ ഉള്ള പ്രയാസങ്ങളുണ്ട് റഹ്മാനെ റബ്ബെ. പ്രയാസങ്ങളൊക്കെ നീക്കി ലോകത്തിന് ഇനി സന്തോഷം സമാധാനം നൽകണം റഹ്മാനെ. നീ ഇസ്സത്ത് നീ നിലനിർത്തണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഞങ്ങളുടെ നാട്ടിൽ നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. ബറക്കത്ത് നൽകണം റഹ്മാനെ. പൂർണ്ണ ഇസ്സത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. നമ്മുടെ ഈ രാജ്യത്ത് റഹ്മാനെ റബ്ബെ നല്ല സൗഹാർദ്ദപരമായിട്ട് നല്ല ഇതിലേറെ ഇത്രയും കാലം ജീവിച്ചതിലേറെ എൻ്റെ ഏറെ സന്തോഷത്തിലായിട്ട് നല്ല സൗഹാർദ്ദത്തിലായിട്ട് ഐക്യത്തിലായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. കടമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവിധ കടങ്ങളും വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ. രോഗമുള്ളവരുണ്ട്, ശക്തിയായ വലിയ രോഗമുള്ളവരുണ്ട്, ചെറിയ രോഗമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. എന്തു രോഗമാണെങ്കിലും അതെല്ലാം ശിഫയാക്കുന്ന റഹ്മാനെ റബ്ബെ നീ ശിഫയാക്കണേ അല്ലാഹ്. കാമിലായ ശിഫ നൽകണേ റഹ്മാനെ. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ ഞങ്ങളെ മറ്റുള്ള പ്രവർത്തനങ്ങൾ മുടക്കുന്ന ഒരു രോഗം ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാൾക്ക് നീ നൽകല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ റഹ്മാനെ റബ്ബെ
ഞങ്ങളെ സഹോദരന്മാർ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ നാട്ടുകാർ, റഹ്മാനെ റബ്ബേ, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല നിലക്കും എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ റബ്ബേ. എല്ലാവരെ സഹകരണങ്ങളൊക്കെ നീ കബൂലാക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈകൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.